ഇന്ത്യയെ അഭിമാന കൊടുമുടി കയറ്റി ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അകത്ത് കയറി. ആക്സിയം 4 ദൗത്യ പേടകത്തിന്റെ ഡോക്കിംഗ് ഇന്ത്യൻ സമയം 4 മണിയോടെയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ നേരത്തെയാണ് ഡോക്കിംഗ് നടന്നത്. ശുഭാൻഷുവും സംഘവും 14 ദിവസം ബഹിരാകാശ നിലയത്തിൽ തുടരും. Help refresh the air and cycle air between the two craft as they continue a few more procedures before floating across and into the orbiting laboratory for the first time. Cartridge. Just looking for clarification on your next action there. Dragon contact and soft capture complete. അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഗസ്റ്റ് സെബാസ്റ്റ്യൻ, എന്തായാലും ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്കും ഊർജം പകരുന്ന നേട്ടം. തീർച്ചയായും ഇന്ത്യക്കാർ ചരിത്രം കുറിക്കുന്ന നിമിഷം എന്ന് പറയേണ്ട നിമിഷം തന്നെയാണിത്. കാരണം 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ, പൂർണ്ണമായൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന വിശേഷിപ്പിച്ചു നമുക്ക് പറയേണ്ടി വരും. ശുഭാൻഷു ശുക്ല ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ കടന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള ഇന്ത്യൻ വംശജരൊക്കെ തന്നെയും ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ISROയുടെ ഒരു പൈലറ്റായിട്ടുള്ള ആൾ ഇപ്പോൾ നേരത്തെ ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ആക്സിയം 4ൻ്റെ, അതായത് സ്പേസ് എക്സ്, നാസ, ആക്സിയം സ്പേസ് എന്ന് പറയുന്ന 3 കമ്പനികൾ, 3 ഏജൻസികൾ, സ്പേസ് ഏജൻസികൾ ചേർന്ന് സംയുക്തമായി നടത്തുന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു അദ്ദേഹം. ആദ്യം ബഹിരാകാശത്തേക്ക് എത്തുന്നു, പിന്നീട് രണ്ടാമതായി അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ നിമിഷമാണ് അല്പം മുമ്പ് നാം തത്സമയം കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത വലിയ നിമിഷം എന്നത് വാനോളം എന്നല്ല, വാനവും കടന്നുള്ള അഭിമാനത്തിൻ്റെ ഉയർച്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് ഈ സമയത്തായിരിക്കും ഒരുപക്ഷെ ഡോക്കിംഗ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡോക്കിംഗ് അത് ഹാച്ചിങ്ങിലേക്കും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഘട്ടമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് പല നിലയ്ക്കും ചരിത്രം കുറിച്ച ഒരു ദൗത്യം കൂടിയാണ് ആക്സിയം 4 ദൗത്യം. അതായത് ഇതിൻ്റെ കമാൻഡർ, ഈ ദൗത്യത്തിൻ്റെ നേതൃസ്ഥാനം, നായകസ്ഥാനം വഹിക്കുന്നത് ഒരു സ്ത്രീയാണ്. 65കാരിയായ അമേരിക്കൻ ആസ്ട്രോനോട്ടായിട്ടുള്ള പെഗി വിറ്റ്സൺ എന്ന് പറയുന്ന സ്ത്രീയാണ് എന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 1984 സോവിയറ്റ് യൂണിയൻ്റെ ദൗത്യത്തിനൊപ്പം ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയിട്ടുള്ള രാകേഷ് ശർമ്മ കുറിച്ച ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ശുഭാൻഷു ശുക്ല എന്ന ഉത്തർപ്രദേശുകാരൻ, ഇന്ത്യക്കാരൻ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ മുമ്പൊരിക്കലും ഒരു പൂർണ്ണമായൊരു ഇന്ത്യക്കാരന് സാധിക്കാത്തൊരു കാര്യം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ, ഒപ്പം തന്നെ ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങളുടെ ആസ്ട്രോനോട്ടുകൾ, ബഹിരാകാശ പര്യവേക്ഷകരൊക്കെ കൂടിയാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ളത്. ഇതിൽ ശുഭാൻഷു ശുക്ലയാണ് ഇതിൻ്റെ പൈലറ്റ് എന്നത് കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോളണ്ടിനും ഹംഗറിക്കും ഈ കാര്യത്തിൽ ഇന്ത്യക്ക് സമാനമായ ഒരു ചരിത്ര നിമിഷം കൂടിയാണിത്. കാരണം അവരും മുൻപ് സോവിയറ്റ് യൂണിയൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് അവരുടെ ആളുകളും മുമ്പ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അവരും അവരുടെ രാജ്യം എന്ന നിലയ്ക്ക്, രാജ്യം ഫണ്ട് ചെയ്യുന്ന സ്വതന്ത്രമായ എന്ന നിലയ്ക്ക് അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയി. അവിടെ അവർ കയറി. അല്പം മുമ്പ് നാം കണ്ടത്, നേരത്തെ അതിൻ്റെ ഹാർമണി മൊഡ്യൂളിൻ്റെ സെനിത് പോർട്ടിൽ ഈ ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തു. ആ ഡോക്കിങ്ങിന് ശേഷം അവിടെ വെൽക്കമിംഗ് പാർട്ടി എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ചടങ്ങ്, അതായത് ഓരോരുത്തരെയായി
ഇതിനുള്ളിലേക്ക് ക്ഷണിക്കുക എന്ന കാര്യവും നാം കണ്ടു. അതിൽ ശുഭാൻഷു ശുക്ല അതിൽ കയറുന്ന നിമിഷവും അതിലേക്ക് കയറുന്ന നിമിഷവും അവിടെ വെച്ച് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിൽ ഓൾറെഡി ഉള്ള ക്രൂ അവരെ സ്വാഗതം ചെയ്യുന്നതും നാം കണ്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യം കൂടിയാണ് ഇതിലുള്ളത്. 31 രാജ്യങ്ങൾക്കായി 60-ലധികം പരീക്ഷണങ്ങളാണ് ഈ നാൽവർ സംഘം 2 ആഴ്ച കാലത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്ര വാസത്തിനിടയിൽ ചെയ്യുക.